ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, നേരത്തെ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാം അപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. മനുഷ്യാണാം സഹസ്രേഷു. സഹസ്രം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് എന്നാണ് അർത്ഥമെങ്കിലും അനന്തമായ ഒരു അർത്ഥമാണ് അതിനുള്ളത്. അങ്ങനെ എണ്ണമറ്റ ജനങ്ങളിൽ, വ്യക്തികളിൽ ഏതോ ഒരുത്തൻ കശ്ചിദ്യതതി എന്നാവും, സിദ്ധയെ, ഏതോ ഒരുത്തൻ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ശ്രമിക്കുന്നു. യതതാമഭിസിദ്ധാനാം, അങ്ങനെ മോക്ഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന അല്ലെങ്കിൽ യത്നിക്കുന്ന ആൾക്കാരിൽ തന്നെ ഏതോ ഒരുവൻ കശ്ചിത് മാം വേത്തി തത്വതഃ. കശ്ചിത് പ്ലസ് മാം, കശ്ചിൻ മാം എന്നായിത്തീരും. കശ്ചിൻ മാം വേത്തി തത്വതഃ. അങ്ങനെ യത്നിക്കുന്ന അനന്തകോടി ജനങ്ങളിൽ ഏതോ ഒരുവൻ, ഏതോ ഒരു ധീരൻ എന്നെ തത്വത്തിൽ അറിയുന്നു. നമ്മൾ പറയും, ഗുരുവായൂരപ്പൻ എന്നെ അറിയാം, എനിക്ക് ഗുരുവായൂരപ്പനെ അറിയാം. ഗുരുവായൂരപ്പന് എന്നെ അറിയാം എന്നുള്ളത് വാസ്തവത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഭവമാണ്. ഗുരുവായൂരപ്പൻ എല്ലാം അറിയാം എന്നുള്ളത് നമ്മളുടെ അനുഭവമല്ല. ഗുരുവായൂരപ്പൻ എല്ലാം അറിയുന്നു എന്ന് നമ്മളറിയണമെങ്കിൽ നമ്മളും ഗുരുവായൂരപ്പനെ പോലെ എല്ലാം അറിയുന്ന ആളായിത്തീരണം. എനിക്ക് ഗുരുവായൂരപ്പനെ അറിയാം എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. നമ്മൾ സത്യം എന്ന് കരുതി ധാരാളം കള്ളങ്ങൾ വാസ്തവത്തിൽ പറയുന്ന ആൾക്കാരാണ്. ഒരു ചെറിയ ഉദാഹരണം, ചായ എന്ന് പറയുന്നു, അല്ലെ കാപ്പി എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് ചായപ്പൊടി മാത്രമാണോ? അതിനകത്ത് പാലില്ലേ? അതിൽ പഞ്ചസാരയില്ലേ? കാപ്പി എന്ന് പറയുന്നു, ഒരു പക്ഷേ ഫിൽറ്റർ കോഫി ആയിരിക്കാം, കാപ്പിപ്പൊടി ഇട്ടുള്ള കാപ്പി ആയിരിക്കാം, ഇൻസ്റ്റൻറ്റ് കോഫി ആയിരിക്കാം, ബ്രൂ കോഫി ആയിരിക്കാം. അതിൽ പാലും പഞ്ചസാരയും ഒഴിച്ചിട്ട് കാപ്പി എന്നെങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സത്യം എന്ന് വിചാരിച്ച് പറയുന്ന പലതും കള്ളമാണ്. ഇവിടെ ഭഗവാൻ കൃത്യമായ കാര്യമാണ് പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ഇപ്പം മോക്ഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ ആദ്യം ഈ ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കാണുന്നത്. ആയിരക്കണക്കിന് ഈശ്വരന്മാർ, ദേവതാസ്വരൂപങ്ങൾ, അനാവശ്യവാദങ്ങൾ, മതകലഹങ്ങൾ, അങ്ങനെ പലതും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ അയാളുടെ വിശ്വാസം ആദ്യം തന്നെ അങ്ങ് നഷ്ടപ്പെട്ടേക്കാം, പിന്നെ തുടരാൻ സാധിക്കാതെ വന്നേക്കാം. ഇതെല്ലാം താണ്ടിയിട്ട് മോക്ഷം എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചിട്ട് പ്രയത്നിക്കുന്നവർ തന്നെ വളരെ കുറവാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ ആധ്യാത്മികതയിൽ നിന്ന് അല്ലെങ്കിൽ ഏകാഗ്രതയിൽ നിന്ന്, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്, ഏകാഗ്രതയിൽ നിന്നും മനുഷ്യ മനസ്സിനെ അകറ്റുന്ന ഡിസ്ട്രാക്ഷൻസാണ് ലോകത്തിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ലംഘിച്ച് മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ അടുത്തിടയിൽ കുയിൽ കൂവുന്നത് കേട്ടു. സാധാരണ അത് ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും കൂവുവാണെങ്കിൽ പിന്നെയും അതിൻ്റെ അപ്പുറത്തെ ഒച്ചയിൽ കൂവാൻ തുടങ്ങും. അത് വാസ്തവത്തിൽ അത് വാശിക്ക് കൂവുന്നതല്ല,
ആരും കൂവിയില്ലെങ്കിലും കുയിൽ അങ്ങനെ തന്നെയാണ് കൂവുന്നത്. കൂവി 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 ശബ്ദം കൂട്ടിക്കൊണ്ടേ വരും കുയിൽ. പക്ഷെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിന് പോലും ഒച്ചയടഞ്ഞു പോകുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്. ഇതാരും നിഷേധിച്ചാലും ഞാൻ കേട്ടതാണ്. കുയിലിൻ്റെ ഒച്ച ഒരു ഘട്ടത്തിൽ അടഞ്ഞു പോകുന്നു. കുയിലിന് പോലും ഒച്ചയടയുന്ന കലികാല വൈഭവം. ആ കലികാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് കാണുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമെല്ലാം വാസ്തവത്തിൽ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ലെങ്കിലും മഹാഭാരത യുദ്ധത്തോടു കൂടിയാണ് ഇതിൻ്റെ ഒരാക്കം കൂടിയത് എന്ന് പറയാൻ സാധിക്കും. ഇതിനെ വലിയൊരു പരിധിവരെ, അധർമ്മത്തെ വലിയൊരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഭഗവാൻ കൃഷ്ണന് സാധിച്ചു. ധർമ്മ സംസ്ഥാപനാർത്ഥായ നമ്മൾ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അവതാര പുരുഷന്മാർ ലോകത്തിൽ വരുന്നത്. നമ്മളെല്ലാവരും പറയും, ഞാൻ ധർമ്മനിഷ്ഠമായിട്ടാണ് ജീവിക്കുന്നത്, ധർമ്മം വിട്ട് എനിക്കൊരു കളിയുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ധർമ്മമൊന്നുമല്ല യഥാർത്ഥ ധർമ്മം. യഥാർത്ഥത്തിലുള്ള ധർമ്മം നിലനിർത്താൻ ഈശ്വരാവതാരങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്തായാലും ഭഗവാൻ കൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മഹാസമാധിക്ക് ശേഷം പിന്നെയും കാര്യങ്ങൾ വഷളായി. ഒരുപക്ഷെ അതിനുശേഷം വന്ന ഏറ്റവും വലിയ ഒരു പവർ റിസർവോയർ അമ്മയാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ന് അമ്മ ധർമ്മരക്ഷാർത്ഥം ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ ആവശ്യം വരും. അന്തേവാസികളോട് അമ്മ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും ശാസ്ത്രം പഠിക്കണം. പക്ഷേ ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എൻ്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം സശ്രദ്ധം സസൂക്ഷ്മം വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന്. ശാസ്ത്രം മഹാത്മാവാണ്. ശാസ്ത്രമെന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനസ്വരൂപികളാണ് ശരിക്കുള്ള ശാസ്ത്രജ്ഞന്മാർ. ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യാം.